ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം അറിയുന്നു, ദൈവം നീതി നടപ്പിലാക്കുന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനീതിയും വ്യാജാരോപണങ്ങളും അധികാര ദുർവിനിയോഗവും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ അപ്രമാണിക ഡീട്രോ കാനോനിക്കൽ ഭാഗത്തു നിന്നുള്ള സൂസന്നയുടെ ചരിത്രം വലിയ പ്രസക്തിയുള്ളതാണ്. അത് നമ്മെ ഒരു നിത്യസത്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം അറിയുന്നു, ദൈവം നീതി നടപ്പിലാക്കുന്നു. നിഷ്കളങ്കർ പീഡിപ്പിക്കപ്പെടുമ്പോഴും സത്യം കുഴിച്ചു മൂടപ്പെടുമ്പോഴും സ്വർഗം മൗനം പാലിക്കുന്നില്ല. നീതിയിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കാനും നമ്മുടെ തലമുറയിൽ സത്യത്തിൻ്റെ ഉപകരണങ്ങളായി മാറാനും ഈ സന്ദേശം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് എന്ത് പഠിക്കാം ഇതിൽ നിന്ന്? നീതി പരീക്ഷിക്കപ്പെടും. സൂസന്ന സൗന്ദര്യമുള്ളവളായിരുന്നു, ദൈവഭയമുള്ളവളായിരുന്നു, ദൈവപ്രമാണങ്ങളിൽ നല്ല പരിശീലനം ലഭിച്ചവളായിരുന്നു. എന്നിട്ടും അവൾ ലക്ഷ്യം വയ്ക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വ്യാജമായി കുറ്റപ്പെടുത്തപ്പെട്ടു. പാഠം: നീതിമാനായിരിക്കുന്നത് പീഡനങ്ങളിൽ നിന്ന് നമ്മെ ഒഴിവാക്കുന്നില്ല. മിക്കപ്പോഴും അത് പീഡനങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിലും ഈ സത്യം നമ്മൾ കാണുന്നു. അധികാര ദുർവിനിയോഗം അപകടകരമാണ്. ആ മൂപ്പന്മാർ ന്യായാധിപന്മാരായിരുന്നു, മതനേതാക്കളായിരുന്നു. എന്നിട്ടും അവർ അഴിമതിക്കാരായി, കാമാസക്തരായി, വഞ്ചകരായി. പാഠം: പദവി എന്നത് നീതിയുടെ അടയാളമല്ല. ഇത് നേതാക്കൾക്കും ന്യായാധിപന്മാർക്കും ശുശ്രൂഷകർക്കും അധികാരത്തിലുള്ള എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. മത്തായി 23 കപടഭക്തിക്കെതിരെയുള്ള മുന്നറിയിപ്പുകൾ ഓർക്കുക. പാപം തുടങ്ങുന്നത് ഹൃദയത്തിലാണ്, പ്രവൃത്തിക്ക് മുൻപ്. അവർ തങ്ങളുടെ കണ്ണുകളെ അലയാൻ വിട്ടു. അവർ സ്വർഗത്തിലേക്ക് നോക്കുന്നത് നിർത്തി. അവർ ഉള്ളിൽ തെറ്റായ മോഹങ്ങൾ വളർത്തി. പാഠം: നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും തെറ്റായ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും പാപം വളരുന്നു. യാക്കോബ് 1:14-15 വരെയുള്ള വാക്യങ്ങൾ. ജീവനേക്കാൾ വലുതാണ് വിശുദ്ധി. സൂസന്ന അതിശയിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ദൈവം മുമ്പാകെ പാപം ചെയ്യുന്നതിനേക്കാൾ നിഷ്കളങ്കയായി നിങ്ങളുടെ കൈകളിൽ അകപ്പെടുന്നത് എനിക്ക് നല്ലതാണ്. പാഠം: പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ വിശ്വാസവും വിശുദ്ധിയും. പ്രാർത്ഥനയാണ് വഴിത്തിരിവ്. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയപ്പോൾ തെളിവുകളില്ലായിരുന്നു, പിന്തുണയില്ലായിരുന്നു. മരണശിക്ഷ അടുത്തു. അവൾ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ഉത്തരം നൽകി. എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് പോലെ രഹസ്യമായ പ്രാർത്ഥന പരസ്യമായ വിടുതൽ നൽകുന്നു. അപ്രതീക്ഷിതമായവരെ ദൈവം ഉപയോഗിക്കുന്നു. ദൈവം എഴുന്നേൽപ്പിച്ചത് ഒരു രാജാവിനെയോ പുരോഹിതനെയോ അല്ല, മറിച്ച് ദാനിയേൽ എന്ന ഒരു ബാലനെയാണ്. പാഠം: ദൈവം ചെറുപ്പക്കാരെയും അവഗണിക്കപ്പെട്ടവരെയും അപ്രതീക്ഷിതമായവരെയും ഉപയോഗിക്കുന്നു. ഗോലിയാത്തിന് മുൻപിലെ ദാവീദിനെ പോലെ. സത്യം നുണകളെ പുറത്തു കൊണ്ടുവരുന്നു. ദാനിയേൽ ലളിതമായി 2 കാര്യങ്ങൾ ചെയ്തു. സാക്ഷികളെ മാറ്റി നിർത്തി, ചോദ്യങ്ങൾ ചോദിച്ചു. അവരുടെ നുണകൾ പൊളിഞ്ഞു. സത്യത്തിന് സങ്കീർണത ആവശ്യമില്ല, വ്യക്തത മതി. ദൈവിക നീതി ഉറപ്പാണ്. അവർ സൂസന്നയ്ക്കായി ഒരുക്കിയ അതേ കുഴിയിൽ അവർ തന്നെ വീണു. പാഠം: ദൈവത്തിൻ്റെ നീതി വൈകിയേക്കാം, പക്ഷേ അത് ഒരിക്കലും പരാജയപ്പെടില്ല. ദുഷ്ടൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. സദൃശവാക്യങ്ങൾ. ഇന്നത്തെ ലോകത്തിനുള്ള സന്ദേശം: നമ്മൾ ജീവിക്കുന്നത് വ്യാജാരോപണങ്ങളുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും അഴിമതിയുടെയും കാലത്താണ്. ഈ കഥ പ്രഖ്യാപിക്കുന്നു: ദൈവം ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ ദൈവം കാണുന്നു. സത്യം കുഴിച്ചു മൂടപ്പെടുമ്പോൾ ദൈവം അറിയുന്നു. നിഷ്കളങ്കർ കഷ്ടപ്പെടുമ്പോൾ ദൈവം പ്രവർത്തിക്കും. നമ്മൾ എന്ത് ചെയ്യണം?
സൂസന്നയെ പോലെ ആകുക, വിശുദ്ധി പാലിക്കുക, മനുഷ്യനേക്കാൾ ദൈവത്തെ ഭയപ്പെടുക, എന്ത് വില കൊടുത്തും നീതി തിരഞ്ഞെടുക്കുക, ദാനിയേലിനെ പോലെയാകുക, ധൈര്യത്തോടെ സത്യം സംസാരിക്കുക, നീതിക്കായി നിലകൊള്ളുക, വികാരത്തിന് പകരം വിവേകം ഉപയോഗിക്കുക, മൂപ്പന്മാരെ പോലെ ആകരുത്, നിങ്ങളുടെ കണ്ണുകളെ കാത്തു സൂക്ഷിക്കുക, ചിന്തകളെ നിയന്ത്രിക്കുക, അധികാരം ദുർവിനിയോഗം ചെയ്യരുത്. എല്ലാം നിങ്ങൾക്ക് എതിരാകുമ്പോഴും ദൈവം നിങ്ങൾക്ക് ഒപ്പമുണ്ട്. സത്യം വൈകിയേക്കാം, പക്ഷെ അതൊരിക്കലും നിഷേധിക്കപ്പെടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മറഞ്ഞിരിക്കുന്നതും വെളിപ്പെട്ടതുമായ സകലവും കാണുന്നവനെ, സൂസന്നയുടെ ധൈര്യവും ദാനിയേലിൻ്റെ ജ്ഞാനവും എല്ലാ ഭയത്തിനും ഉപരിയായി ദൈവഭയവും ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ നുണകളെയും വെളിപ്പെടുത്തണമേ. നിഷ്കളങ്കരെ സംരക്ഷിക്കണമേ. ഈ ലോകത്ത് അങ്ങയുടെ നീതി സ്ഥാപിക്കണമേ. സത്യം ഉയർത്തെഴുന്നേൽക്കട്ടെ, നീതി ജയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.